ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകാൻ പാകിസ്ഥാൻ. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരനടക്കമുള്ള ഭീകരവാദികളുടെ കുടുംബാംഗങ്ങൾക്കാണ് പാകിസ്ഥാൻ സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തത്. ഇന്ത്യൻ സേന തകർത്ത ജെയ്ഷെ മുഹമ്മദിന്റെ കെട്ടിടങ്ങൾ പുനർനിർമ്മാണം നടത്താനുള്ള ആലോചനയും പുരോഗമിക്കുകയാണ്. അതേസമയം ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ഭീകരവാദികളെ വധിച്ചെന്ന് സൈന്യം സ്ഥിരീകരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തിയ ഭീകരവാദികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം നൽകാനാണ് പാക് സർക്കാരിന്റെ നീക്കം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പിലൂടെ നഷ്ടപരിഹാര തുക നൽകുന്ന കാര്യം അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ധനസഹായം വിതരണം ചെയ്യുന്നതെന്നാണ് വിവരം. ഇന്ത്യൻ സേന തകർത്ത ജെയ്ഷെ മുഹമ്മദിന്റെ കെട്ടിടങ്ങൾ പുനർനിർമ്മാണം നടത്തി പുനഃസ്ഥാപിക്കാനും ആലോചനയുണ്ട്. ബഹവൽപൂരിലെ തീവ്രവാദ കേന്ദ്രം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തകർത്തിരുന്നു. ഈ ആക്രമണത്തിലാണ് അസർ മുഹമ്മദിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവൻ ഭാര്യ തുടങ്ങി നിരവധി പേർ കൊല്ലപ്പെട്ടത്. അതേസമയം ഭീകരകേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ പാകിസ്ഥാനിൽ അത്തരം കേന്ദ്രങ്ങൾ ഇല്ലെന്നായിരുന്നു ഭരണകൂടത്തിന്റെ വാദം. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈന്യത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നതോടെ പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത്. അതിനിടെ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ ഭീകരവാദികളെ വധിച്ചെന്ന് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചു. ഏറ്റുമുട്ടലിൽ ലഷ്കർ-ഇ തൊയ്ബ TRF പ്രാദേശിക കമാൻഡർ ഉൾപ്പെടെ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ഈ 3 പേരും മേഖലയിലെ സമീപകാല ഭീകരവാദ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നെന്നും ഇവരിൽ നിന്നും ആയുധങ്ങളടക്കം കണ്ടെടുത്തതായും സൈന്യം വ്യക്തമാക്കി. വനമേഖലയിൽ സൈന്യവും പോലീസും ചേർന്ന് സംയുക്ത ഓപ്പറേഷൻ തുടരുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.